ഈ 90കളിലൊക്കെ ഈ കൺസ്ട്രക്ഷൻ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് 3D ഒന്നും ഇല്ല. അന്ന് നമ്മൾ ബിൽഡിങ്ങിൻ്റെ മോഡൽ, ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ മോഡലെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അന്നിങ്ങനെ നാട്ടിലൊക്കെ 90കളിലൊക്കെ ബിൽഡിങ്ങിൻ്റെ മോഡൽസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി, ഭയങ്കര പ്രൊഫഷണലായി. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മോഡൽ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി അതിന് വേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ സ്കെയിൽ, ഏത് സ്കെയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ആദ്യം. അപ്പോൾ ആ സ്കെയിലിനനുസരിച്ച് കേട്ടോ ഇതേപോലെ നമ്മൾ ആ വാളുകളൊക്കെ വരച്ചെടുത്ത്, ആക്ച്വലി ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് 4mm 5mm എന്നാ പറയാം, പക്ഷേ 4mm ഉണ്ടാവുള്ളൂ. 4mm തിക്നെസ്സുള്ള 4x വെച്ചിട്ടാണ്. ഈ 4mm ഈ തിക്നെസ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം ഉണ്ട്, അതായത് സ്കെയിലായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ അത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ബിൽഡിങ്ങുകളുടെ ഡ്രോയിങ് ഉണ്ടാക്കും. ഈ ഡ്രോയിങ് 4xൽ വെച്ചിട്ട്, ഈ 4x എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കേട്ടോ, ഇതിനെ കട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മാനുവലി കട്ട് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ലേസറിലും കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ലേസറിൽ കട്ട് ചെയ്യുമ്പോൾ വേണ്ട ഇതേപോലെ ബ്ലാക്ക് വരും, ഉണ്ടാകും. ഇതാകുമ്പോൾ വൈറ്റ് ഇങ്ങനെ സർഫസ് കിട്ടും. അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. പക്ഷേ ഞാൻ ലേസറിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നീട് ഇതിനൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാന്നുള്ളതാണ് വിചാരിക്കും. അങ്ങനെ ഈ ലേസറിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് സൈഡൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കേണ്ടി വരും. അതിങ്ങനെ നമ്മൾ എന്താ പറയുക, കൃത്യമായി ചില സ്ഥലത്തൊക്കെ ചില എററുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്ത് വളരെ സൂക്ഷ്മത, പെർഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഷർമെൻറ്റ് കൃത്യമായിരിക്കണം. അതുപോലെ അതിൻ്റെ ആംഗിളുകൾ കറക്റ്റ് 90 ഡിഗ്രിയിലെല്ലാം വെച്ചൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് പെർഫെക്ഷൻ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ടാസ്കും. അപ്പോൾ നമ്മളെ സംഭവം ഷേപ്പ് വേണ്ട, ഷേപ്പ് ഇതാക്കിയിട്ട് ഈ എഡ്ജൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ ലേസറിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ വിഷയം, അതൊക്കെ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ട് ഇതിനെ ക്ലിയർ ചെയ്യും. ഭയങ്കര ഫൈൻ ഫിനിഷ് ആയിട്ടുള്ള ബ്രഷ് വേണം. ആ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ടെക്സ്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ 5mm തിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാൾ തിക്നെസ് നോർമലി നമ്മൾ ചെയ്യുന്നത് 1:33 സ്കെയിലാണ്. അപ്പോൾ 4mm ഒക്കെ ഒരു 30 സെൻറ്റിമീറ്റർ പാരപ്പറ്റ് തിക്നെസ് വരുന്നതിന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ആ ഒരു സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ എഡ്ജൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് പെർഫെക്ഷൻ ഇല്ലാത്ത എഡ്ജ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ടെക്സ്ചർ ഫിനിഷൊക്കെ വരാൻ വേണ്ടി ചില ടൂൾസ് ഉപയോഗിച്ച് അങ്ങനെ അത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു പൊടിയൊക്കെ തട്ടി ഒന്ന് ചില മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിൻഡോസാണ് ആ ബ്ലാക്ക് കാണുന്നൊക്കെ, അതിൻ്റെ വിൻഡോസ് നമ്മൾ നോക്കിയിട്ട് ഓരോ ഭാഗത്തേക്കുള്ളത് ഒട്ടിക്കുന്നതാണ്. ബ്ലാക്ക് ടിൻറ്റ് ചെയ്ത അക്രിലിക് പീസുകളാണത്. പിന്നെ ചില ഇതിലൊക്കെ ഈ പറഞ്ഞ പോലെ 1 മില്ലി 1.5 മില്ലി വേരിയേഷൻ ഉണ്ടാവും. അതൊക്കെ ഈ രീതിയിൽ കുറച്ച് സൂക്ഷ്മമായിട്ട് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ലെവൽ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ പ്രൊഫഷണൽ ഉള്ള ആളുകൾക്കൊക്കെ ലേസറിൽ കൃത്യമായിട്ട് അതിൻ്റേതായ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി അമേച്ചറായിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സൂക്ഷ്മമായിട്ടുള്ള കുറച്ച് പാർട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ചില എക്സ്റ്റൻഷൻസ്, അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ബ്യൂട്ടി വരുന്ന ചില കാര്യങ്ങൾ, അതുപോലെ സ്റ്റെപ്പ്, പാരപ്പറ്റ്, അതിൻ്റെ എഡ്ജ്, അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്തൊക്കെ ചെറിയ പീസുകളൊക്കെ വെട്ടി ഗ്രൈൻഡ് ചെയ്ത് ഒക്കെ ഒട്ടിച്ച് കൃത്യമായിട്ടത് വെച്ച് പോകുക എന്നുള്ളതാണ്. അതിൻ്റെ ജോയിൻറ്റ്സൊക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് വെച്ച് പോകുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഇനിയിപ്പോൾ ബ്ലാക്ക് അക്രിലിക് കൊണ്ട് നമ്മളതിൻ്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് സൂപ്പർ ഗ്ലൂ വെച്ച് അത് എത്ര ലെയറാണെന്നുള്ളത് കൃത്യമായിട്ടെടുത്ത് അത് ഒട്ടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ആകെ ഒരു ലുക്ക് വരിക. അങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ച് എടുത്ത് പിന്നെ ലാൻഡ്സ്കേപ്പൊക്കെ കളർ ചെയ്ത് അങ്ങനെ ചെയ്തൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ യോജിപ്പിച്ചാണ് കൊണ്ടുവരുമ്പോഴാണ് ഇതിൻ്റെ ആകത്തുക വരുന്ന ഈ രീതിയിലുള്ള ഒരു എഫക്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്.